എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നു, ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാല് ഒരുപാട് ക്ലാസ്സിൽ പോയിട്ടും പഠിക്കാൻ സാധിക്കാത്തവര്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റില്ല, എത്ര പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല, അതുപോലെ തന്നെ കുറച്ച് ഏജ് ഒക്കെ ആയതിനു ശേഷം എന്നാൽ കുറച്ച് കമ്പ്യൂട്ടർ ഒക്കെ പഠിക്കാം നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്നൊക്കെ വിചാരിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളുടെ ക്ലാസ് കുറച്ച് സമയം എടുത്തായിരിക്കും പോകുന്നത്. പെട്ടെന്നൊരു 2 മിനിറ്റിലോ അല്ലെങ്കിൽ 5 മിനിറ്റിലോ തീരുന്ന ഒരു ക്ലാസ് ആയിരിക്കത്തില്ല. അപ്പൊ പറയുന്ന കാര്യം തന്നെ ചിലപ്പോൾ ആവർത്തിച്ച് കുറച്ച് സമയം പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത്. അപ്പൊ ചിലപ്പം പെട്ടെന്ന് കണ്ടു തീർക്കാൻ വരുന്നവർക്ക് കുറച്ച് സമയം എടുത്തിരിക്കും. അത് ജസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുക. ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജിബ്ലി ആർട്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പൊ ഞാൻ അതിന്റെ പ്രൊനൗൺസിയേഷൻ ശരിക്കാണോ പറഞ്ഞത് പോലും എനിക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം അത് എങ്ങനെ തയ്യാറാക്കാമെന്ന്. ഒരുപാട് പേരിങ്ങനെ ഡൗട്ടായിട്ട് പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജായിട്ടും ഒക്കെ ചോദിച്ചായിരുന്നു, മിസ് ഇത് എങ്ങനെ തയ്യാറാക്കാൻ പറ്റുമെന്ന്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അറിയാവുന്നവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്തോ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ആ ഒരു ജിബ്ലി ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാറ്റ് ജിപിടിയുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏത് വെബ് ബ്രൗസർ ആണോ അതിനെ ഓപ്പൺ ചെയ്യുക. അതായത് ഒന്നെങ്കിൽ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ്, ഏതും ആയിക്കോട്ടെ. നിങ്ങളുടെ സിസ്റ്റത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലുള്ള ആ ഒരു വെബ് ബ്രൗസറിനെ ആദ്യം ഓപ്പൺ ചെയ്യുക. നമ്മുടെ മൊബൈലിലൊക്കെ നമുക്ക് ഈ ഒരു ഗൂഗിൾ ക്രോം ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് മൊബൈലിൽ കൂടെയും ചെയ്യാം. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുന്നില്ല, മൊബൈലിൽ കൂടെയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാനിവിടെ ഈ മോസിലയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന സ്പേസിൽ ചാറ്റ് GPT എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ചാറ്റ് GPT ഓപ്പൺ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ഒരു ടൈപ്പ് ചെയ്തതിനു ശേഷം അതിന്റെ പ്രോസസിംഗ് നടക്കാൻ വേണ്ടി കീബോർഡിലെ എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പൊ എന്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് പ്രോസസിംഗ് നടന്ന് ചാറ്റ് GPT ഓപ്പൺ ആയി വരുന്നത്. അപ്പൊ ചിലർക്ക് സിസ്റ്റത്തിൽ ഡയറക്റ്റ് ചാറ്റ് GPTയുടെ കുറെ ലിങ്കുകളായിരിക്കും കാണുന്നത്. കാരണം നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ചാറ്റ് GPTയുടെ കുറച്ച് ലിങ്കുകളായിരിക്കും കാണുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ചാറ്റ് GPT ടൈപ്പ് ചെയ്തു, എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രോസസിംഗ് ഒക്കെ നടന്നിട്ട് ചാറ്റ് GPTയുടെ പല ലിങ്കുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിനകത്തെ ഈ ഫസ്റ്റ് വണ്ണോ സെക്കൻഡ് വണ്ണോ ഏതെങ്കിലും ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ AI എന്ന് പറയുന്നതായി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഒരു പ്ലസ് സൈൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് എന്ന് പറയുന്നതിന്റെ താഴെ ആസ്ക് എനിത്തിങ് എന്ന് കാണാം. ഈ ആസ്ക് എനിത്തിങ് എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്തിനെ പറ്റിയാണോ വിവരങ്ങൾ വേണ്ടത് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വേണ്ടത് ആ കാര്യം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വിവരങ്ങൾ കിട്ടും. പക്ഷേ നമുക്കിവിടെ ഇമേജ് ആഡ് ചെയ്യാനായിട്ട് ഈ പ്ലസ് സൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ്. ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ കാണാം. കണക്ട് ടു ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ തന്നെ കണക്ട് ടു മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ്, ലാസ്റ്റ് വൺ അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ആ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കണം. സോ അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. നമ്മൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫോൾഡറുകളെല്ലാം നമുക്ക് കാണാം. അപ്പൊ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ എവിടാണോ അവിടുന്ന് നമ്മൾ ആ ഒരു ഫോൾഡർ ചൂസ് ചെയ്യണം. അപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഡൗൺലോഡ്സിലാണ് കിടക്കുന്നത്. സോ ഞാൻ ഇവിടെ ഡൗൺലോഡ്സ് ചൂസ് ചെയ്തു. അതിൽ നിന്നും നമുക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഓപ്പൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം നമ്മൾ ആ കൊടുത്ത പിക്ചർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്രോസസിംഗ് നടക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആസ്ക് എനിത്തിങ് എന്ന് പറയുന്ന ഇവിടോട്ട് ആ ഒരു പ്രോസസിംഗ് നടക്കാനായിട്ട് കൊടുക്കേണ്ട കാര്യം കൺവേർട്ട് ദിസ് പിക്ചർ ടു ജിബ്ലി ആർട്ട് എന്ന് നമ്മൾ കൊടുക്കുക. എന്നിട്ട് പ്രോസസിംഗ് നടക്കാൻ കീബോർഡിലെ എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രോസസിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇച്ചിരി ടൈം എടുക്കും, നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല, ഒരു ഇച്ചിരി ടൈം എടുക്കും. നെറ്റിന്റെ കാര്യങ്ങളും അതിന്റെ പ്രോസസിങ്ങും ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു ഇച്ചിരി ടൈം എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പിക്ചർ കിട്ടും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മളുടെ ആ ഒരു പിക്ചർ വരുന്നത് വരെ. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, അതായത് പ്രോസസിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പ്രോസസിംഗ് നടന്ന്
ആ ഒരു പിക്ചർ വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുറച്ച് സമയത്തെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത ഈ ഒരു പിക്ചറിന്റെ ജിബ്ലി ആർട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ ഒരു ജിബ്ലി ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനിയും ഈ ഒരു പിക്ചറിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ പടം വന്നിരിക്കുന്നതിന്റെ മുകളിൽ തന്നെ ഒരു ഡൗൺലോഡ് സിമ്പിൾ ഉണ്ട്. അതായത് നമുക്ക് ഡൗൺലോഡ് ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ താഴോട്ടൊരു ആരോ, അതാണ് ഡൗൺലോഡിന്റെ സിമ്പിൾ ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് പേരറിയത്തില്ലെങ്കിൽ ജസ്റ്റ് അതിലോട്ട് മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും, ഡൗൺലോഡ് എന്ന്. അപ്പൊ ഇത് ഡൗൺലോഡ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫയല് നമ്മുടെ ലാപ്ടോപ്പിലോട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിനെ കാണണമെങ്കിൽ ജസ്റ്റ് ഇതാ ഇവിടെ ഈ നോക്കിക്കഴിഞ്ഞാല് ഇവിടെയും ഒരു ഡൗൺലോഡിന്റെ സിമ്പിൾ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ആയ ഫയൽ ഇങ്ങനെ ഇവിടെ കാണാം, ChatGPT ഇമേജ് എന്ന് പറഞ്ഞ്. ഇനി ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത പിക്ചർ ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജിബ്ലി ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അറിയാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.